പ്രസവാനന്തരം കൂട്ടിക്കൊണ്ടുപോകൽ. അമ്മയും ശിശുവും ബന്ധുമിത്രാദികളും പ്രാർത്ഥനാമുറിയിൽ പ്രവേശിക്കുന്നു. തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ വീട്ടുകാർ പുരുഷൻ്റെ വീട്ടിലേക്ക് സമ്മാനങ്ങൾ കൊടുത്തയക്കുന്ന പതിവുണ്ട്, പ്രത്യേകിച്ച് ആദ്യ പ്രസവം കഴിഞ്ഞു പോകുമ്പോൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ മകൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിച്ചതിനും എല്ലാ ഭയാശങ്ങളിൽ നിന്ന് സംരക്ഷിച്ചതിനും അങ്ങയോട് നന്ദി പറയുന്നു. ശിശുവിനെയും കൊണ്ട് ഭർത്തൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ ഒരുങ്ങി നിൽക്കുന്ന ഇവളെ തുടർന്നും അനുഗ്രഹിക്കണമേ. അവിടുന്ന് തന്നെ ഇവളെ നയിച്ചു കൊള്ളണമേ. ഈ കുഞ്ഞിനെ വളർത്തുന്നതിൽ ഇവർക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷപൂർവ്വം തരണം ചെയ്യുന്നതിനുള്ള അനുഗ്രഹവും കഴിവും ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സങ്കീർത്തനം 143. തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ കുടുംബാംഗങ്ങളുടെ ദൈവാനുഗ്രഹം നൽകണമേ എന്ന് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന ഭാഗം നമുക്ക് നമ്മുടേതാക്കാം. കർത്താവിൻ്റെ അഭയവും രക്ഷകനുമാകുന്നു. അവിടുന്ന് എൻ്റെ സഹായവും പ്രതീക്ഷയുമാകുന്നു. അവിടുന്ന് മനുഷ്യനെ പ്രതി ചിന്തിക്കുവാൻ കർത്താവെ ഇവരാരാകുന്നു. അങ്ങ് അവനെ പ്രതി ഗവനിക്കുവാൻ അവന് എന്ത് യോഗ്യതയാണുള്ളത്? ദുഷ്ടന്മാരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇവരുടെ നാവുകൾ അസത്യം പറഞ്ഞു, അവരുടെ കരങ്ങൾ അനീതി പ്രവർത്തിച്ചു. മുളയിലെ തഴച്ചു വളരുന്ന ചെടി പോലെ ഞങ്ങളുടെ പുത്രിമാർ അഭിവൃദ്ധിപ്പെടട്ടെ. രാജമന്ദിരത്തിലെ അലങ്കൃതമായ തൂണുപോലെ ഞങ്ങളുടെ പുത്രിമാർ അഴകുള്ളവരാകട്ടെ. എല്ലാ തരത്തിലുള്ള വിഭവങ്ങളാൽ ഞങ്ങളുടെ അറപ്പുരകൾ നിറയുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സുവിശേഷ വായന. യെരൂശലേം ദേവാലയത്തിൽ നിന്ന് കന്യാമാതാവും മാറിയോസേപ്പും ദിവ്യ പൈതലിനെയും കൊണ്ട് സ്വന്തം പട്ടണമായ നസറത്തിലേക്ക് പോകുന്ന ഭാഗം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് വായിച്ച് ധ്യാനിക്കാം. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്ക് സമാധാനം. വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സുവിശേഷം, ലൂക്ക 2:39 മുതൽ 40 വരെ. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഗലീലയിലുള്ള തൻ്റെ സ്വന്തം പട്ടണമായ നസറത്തിലേക്ക് തിരിച്ചുപോയി. അവിടെ ശിശു വളരുകയും ജ്ഞാനപൂരിതമായി ശക്തി പ്രാപിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പ്രസാദവും അവനിൽ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കുടുംബത്തിൽ നിന്ന് യാത്ര തിരിക്കുന്ന മാതാവിനെയും ശിശുവിനെയും ആവശ്യമായ എല്ലാ അനുഗ്രഹവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ യാത്രയിലും തുടർന്നും അവരെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭാരാരിഷ്ടതകളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഈ ശിശുവിനെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അമ്മയും ശിശുവും കുടുംബത്തിൽ ഐശ്വര്യവും അഭിമാനവുമാണെന്ന് കരുതി അവരോട് സ്നേഹപൂർവ്വം പെരുമാറുവാൻ അനുഗ്രഹം ഏവർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ അനുഗ്രഹത്താൽ മാതാവായി ഉയർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ മകളെ ശിശുവിനെയും ഞങ്ങൾ ഭർത്തൃഗൃഹത്തിലേക്ക് യാത്രയാക്കുന്നു. കുടുംബത്തിലെ പ്രകാശനാളവും അഭിമാനസ്തംഭവുമാക്കി ഇവരെ മാറ്റണമേ. നന്മയിലും കൃപാവരത്തിലും ആരോഗ്യത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ അനുസ്യൂതം വളർന്നു വരുവാൻ ഈ ശിശുവിനെ അനുഗ്രഹിക്കണമേ. ധാരാളം സ്നേഹിതരെയും ഗുണകാംക്ഷികളെയും നൽകി ഇവരുടെ ജീവിതം സൗഭാഗ്യകരമാക്കണമേ.
കുഞ്ഞുങ്ങളെയും കൊണ്ട് തന്നെ സമീപിച്ച മാതാക്കളെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.